ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണ സിൽക്ക് സാരിയിൽ എംബ്രോയിഡറി ചെയ്താണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും സിൽക്ക് സാരിയിൽ ഒന്നെങ്കിൽ പ്ലെയിൻ സിൽക്ക് സാരി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ബോർഡർ നല്ല കസവായിട്ടായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കസവിൻ്റെ തന്നെ മോട്ടീവ്സ് ഉണ്ടാവും. അങ്ങനെയായിരിക്കും സിൽക്ക് സാരീസ് എല്ലാം വരുന്നത്. ഇപ്പോൾ നമ്മൾ ട്രെൻഡായിട്ട് ഇരിക്കുന്നത് പ്ലെയിൻ സിൽക്ക് സാരി, കസവൊന്നും ഇല്ലാത്ത പ്ലെയിൻ സിൽക്ക് സാരിയിൽ നിറച്ചു എന്തെങ്കിലും എംബ്രോയിഡറി ചെയ്യുക, അല്ലെങ്കിൽ കട്ട് വർക്ക് ചെയ്യുക, അതൊക്കെയാണ്. അല്ലെങ്കിൽ ഒത്തിരി സർദോസി വർക്ക്സ് ഒക്കെ ചെയ്യുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം അതുപോലെ ഒരു സാരിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽക്ക് സാരിയാണ്. പെർ മീറ്റർ 1445 റുപ്പീസിൻ്റെ സാരിയാണ്. പെർ മീറ്ററിന് അത്രയും രൂപയാകുമ്പോൾ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 5.5 മീറ്റർ സാരി മേടിക്കുമ്പോൾ എന്തോരം റേറ്റ് ആകുമെന്ന്. അപ്പം അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാരിയിലാണ്. അപ്പം ഒത്തിരി കോസ്റ്റ് കൂട്ടിയിട്ടുള്ള വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ മിനിമം ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വർക്ക്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് നമുക്ക് കണ്ടു നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ഈ ചെയ്തിരിക്കുന്ന ഡിസൈനും വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പം ഇതിൻ്റെ എവിടേക്കാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. അതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി, സിൽക്ക് സാരി. ഇതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും പേർപ്പിൾ ഷെയ്ഡും വരുന്നുണ്ട്, പിങ്കും ഷെയ്ഡിൻ്റെ കൂടെ കൂടിയ ഒരു ഡബിൾ ഷെയ്ഡഡ് സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ടാസിൽസ് എല്ലാം നമ്മളിങ്ങനെ കെട്ടിയേക്കുന്നത്, ഇതിൻ്റെ കെട്ടിയേക്കുന്നത് പിങ്ക്, റാണി പിങ്ക് കളറാണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡോ ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഈ സാരിയുടെ മുന്താണിയിൽ നമ്മൾ വൺ സൈഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. കുഞ്ഞ് ഡിസൈനാണ്, പക്ഷെ ഇത് ബട്ടൺ ഹോൾ ബാസ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പെറ്റിൽ തയ്ക്കാൻ കുറച്ചുകൂടെ സമയം എടുക്കും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ എടുത്തിരിക്കുന്ന സിൽക്ക് ത്രെഡാണ്. സ്റ്റെം സ്റ്റിച്ചും ലേസി ഡീസ് ഒക്കെ തയ്ക്കാനായിട്ട് നമ്മൾ സിൽക്ക് ത്രെഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രഞ്ച് നോട്ടും സിൽക്ക് ത്രെഡ് ഇട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കെയർഫുൾ ആവണം. നമ്മൾ സമയം എടുക്കും, അധികം ലെങ്ത്തിന് ത്രെഡ് എടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് മുന്താണിയിൽ ഒരു ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ വീണ്ടും ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു വലിയ ഡിസൈൻ വരുന്നുണ്ട്. ഇതാണ് മുന്താണിയിൽ ബാക്ക് സൈഡിൽ വരുന്ന ഡിസൈൻസ്. 3 ഡിസൈനാണ് വരുന്നത്. 2 വലിയ ഡിസൈനും നടുക്കൊരു സെൻറ്ററിൽ ഒരു കുഞ്ഞു ഡിസൈനും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ ചെസ്റ്റ് പോർഷനിലാണ് വരുന്നത്. ഷോൾഡറിലോട്ട് വരുമ്പോൾ ഷോൾഡർ മുതൽ അങ്ങോട്ടേക്ക് വളഞ്ഞ് വന്ന അവിടം വരെ വീണ്ടും ഡിസൈനിങ് ഉണ്ട്. ഇതുപോലത്തെ സെയിം ഡിസൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം ഡിസൈനിങ് തന്നെ 3 എണ്ണമാണ് അടുപ്പിച്ച് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഇതുമാതിരി 3 എണ്ണം അടുപ്പിച്ച് ഒരു 4 ഇഞ്ച് ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. 3 ഡിസൈൻ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു 4 ഇഞ്ച് ഗ്യാപ്പിൽ. ഇത് ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് റിച്ച് ലുക്ക് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ചും കൂടെ ബീഡ് വർക്ക്സോ അല്ലെങ്കിൽ ട്യൂബ്സോ അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ സീക്വൻസ് വർക്കൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഹെവി റിച്ച് ലുക്ക് ആക്കാൻ പറ്റും. ഇത് സിമ്പിളായിട്ട് പോകുന്നു, ഒത്തിരി എടുത്ത് നിൽക്കുന്നില്ല, എന്നാൽ അത്യാവശ്യം എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഈ കളർ സിൽക്ക് ബ്ലൗസ് ഇട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇത് ഞെറിഞ്ഞൊടുക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ ഞെറിഞ്ഞൊടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും ചെസ്റ്റ് പോർഷനിൽ വരുന്ന സൈഡിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെസ്റ്റ് പോർഷനിലും വരുമ്പോൾ നമ്മളിപ്പോൾ 44 ഇഞ്ച് വിട്ടിട്ടാണ് ഷോൾഡറിൽ തയ്ക്കണേ എന്നുണ്ടെങ്കിൽ അതൊരു 45 ഇഞ്ച് വിട്ടിട്ട് വേണം ചെസ്റ്റ് പോർഷൻ സൈഡിൽ തയ്ക്കാൻ. എന്ന് വെച്ചാൽ ഞെറിഞ്ഞൊടിക്കുന്ന ആ പിന്ന് വെക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ഡിസൈനിങ് ഷോൾഡറിൻ്റെ പോർഷനിൽ വരണം, പക്ഷേ ചെസ്റ്റ് പോർഷനിൽ അത് ഞെറിഞ്ഞ് ഉള്ളിലോട്ട് പോകുമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഇറക്കി വേണം ഈ ഒരു ഡിസൈൻ വരയ്ക്കാനായിട്ട്. അത് പറഞ്ഞാൽ 44 ആണ് ഷോൾഡറിൽ അവിടെ വരയ്ക്കണമെങ്കിൽ ചെസ്റ്റിൻ്റെ സൈഡിൽ വരുമ്പോൾ അത് 45 ഇഞ്ചിൽ ആ ഒരു സ്ഥലത്ത് വേണം ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ. ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് ആയിട്ട് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. 3 എണ്ണം ഷോൾഡർ പോർഷനിലെ സൈഡിൽ, ചെസ്റ്റ് പോർഷനിൽ 1 എണ്ണം, 2 എണ്ണം പല്ലുവിൽ, 1 എണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ, പിന്നെ 1 എണ്ണം കുഞ്ഞത് പല്ലുവിൻ്റെ നടുക്കായിട്ട് റണ്ണിങ് പോർഷനിലും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ്, ഫംഗ്ഷനൊക്കെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ റിച്ച് ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഇടയിൽ ട്യൂബ്സ്, ബീഡ്സ് അല്ലെങ്കിൽ സീക്വൻസ് ഒക്കെ വെച്ച് നമുക്ക് കുറച്ചും കൂടെ റിച്ച് ലുക്ക് ഫീൽ ചെയ്യിക്കാം. അതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ബ്ലൗസിൽ കുറേ വർക്ക് ചെയ്യുക.
അപ്പോൾ ഇതിൻ്റെ ആ പർപ്പിൾ കളർ ബ്ലൗസ് നമ്മൾ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീൻ കളർ ബ്ലൗസ് ആയാലും കുഴപ്പമില്ല, ലീവ്സിൻ്റെ കളേഴ്സ് ബ്ലൗസ് ആയാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ഹെവി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സർദോസി വർക്ക്സ് ഹെവി ആയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രാൻഡ് ലുക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇനി ഈ സാരി തയ്ക്കാൻ നേരത്തെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ തയ്ക്കാനായിട്ട് 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഗ്രീനും യെല്ലോയും. പിന്നെ ഫ്ലവർ തയ്ക്കാനായിട്ട് ഞാൻ സിൽക്ക് ത്രെഡ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, പേൾ കോട്ടൺ ത്രെഡാണ്. അതിനൊരു ഷൈനിങ് എഫക്റ്റ് ഉണ്ടല്ലോ, സാധാ നോർമൽ കോട്ടൺ ത്രെഡിനേക്കാളും കുറച്ചും കൂടി ഒരു ഷൈനിങ് എഫക്റ്റ് പേൾ കോട്ടൺ ത്രെഡിനുണ്ട്. അപ്പോൾ ഈ 3 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് സിൽക്ക് സാരിയിൽ തയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ സിൽക്ക് ത്രെഡ് നമ്മൾ തയ്ക്കാൻ നേരത്ത് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നമ്മൾ ടേൺസ് എടുക്കും. ഇതിപ്പോൾ ഞാൻ 4 ഇഴയായിട്ടാണ് എടുത്തിരിക്കുന്നത്. 4 വട്ടം ഇതുപോലത്തെ ത്രെഡ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നല്ലോണം ഈ സിൽക്ക് ത്രെഡ് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങി വേവി ആയിട്ടിരിക്കും. അപ്പോൾ കെട്ടുകൂടാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ എത്ര ഇഴയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇഴ എടുത്തിട്ട് എല്ലാത്തിൻ്റെയും കൂടെ അറ്റം പിടിച്ചിട്ട് ഒന്ന് നല്ലോണം 2 സൈഡിലോട്ടും വലിക്കുക. ഇപ്പോൾ നമ്മൾ ത്രെഡ് ഇതുമാതിരി ഇങ്ങനെ വലിക്കണ മാതിരി ഇതുപോലെ വലിക്കുക 2-3 വട്ടം. അപ്പം ഒത്തിരി മുറുക്കെ വലിക്കണ്ട, പൊട്ടിപ്പോയാലോ. അപ്പോൾ ഒത്തിരി മുറുക്കല്ല, എന്നാലും 2 സൈഡും വെച്ചിട്ട് നല്ലോണം ഇതുപോലെ വലിച്ചൊന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നുള്ളൂ, അല്ലെങ്കിൽ വളഞ്ഞ് വേവി ആയിട്ട് കിടക്കും. അപ്പോൾ ഇതിവിടെ ഞാൻ 4 വട്ടമാണ് എടുക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഒത്തിരി ലെങ്ത്തും എടുക്കേണ്ട, ഒത്തിരി ലെങ്ത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കെട്ടുകൂടുകയും ചെയ്യും. ഒത്തിരി ലെങ്ത്ത് എടുക്കേണ്ട, ആങ്കറിൻ്റെ ത്രെഡ് എടുക്കുന്ന മാതിരി അത്രയും ലെങ്ത്തിൽ നമ്മൾ എടുക്കണ്ട കേട്ടോ. ഞാൻ അധികം ലെങ്ത്ത് എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ 4 ഇഴയായിട്ട് 4 വട്ടമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് കോർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലീവ്സും സ്റ്റെംസുമാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയേണ്ടതാണ്. ഞാൻ നേരത്തെ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറച്ച് നമുക്ക് അടിയിൽ കൂടെ വലിക്കാൻ പറ്റി എന്നാൽ കൂടുതൽ തയ്ക്കാൻ പറ്റുന്ന ഏരിയ എവിടെയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഇലയും തണ്ടുവാ തയ്ക്കണേ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? സാധാരണ യൂഷ്വലി പെട്ടെന്ന് ഒരാൾ തയ്ക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് തയ്ച്ച് പോകും. ഇത് ഇങ്ങനെ ലീഫ് തയ്ച്ച് ഇവിടെ നിർത്തും. ഇവിടെ നിർത്തിയാൽ എന്താ കുഴപ്പം പറ്റണമെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ലീഫ് തയ്ച്ച് ഈ ടിപ്പിലത്തെ ലീഫും തയ്ച്ച് ഇങ്ങനെ താഴത്തോട്ട് വന്നിട്ട് ഇവിടെയാണ് ഞാൻ പാസ് ചെയ്യിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ ഈ ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പാസ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് പോയിട്ട് ഇവിടെ തയ്ച്ചിട്ട് ഈ ലീഫും തയ്ച്ചു കഴിഞ്ഞിട്ട് ഈ ലീഫും തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ ലീഫിലോട്ട് പോകും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അടിയിൽ കൂടെ വലിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ വലിച്ച് ഇതും തയ്ച്ചു കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, അത് ഈ ഫ്ലവർ തയ്ക്കാൻ നേരത്തെ അത് കുറച്ചൊക്കെ കവർ ചെയ്ത് പോവുകയും ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഒറ്റയടിക്ക് ഈ 3 എണ്ണം തയ്ച്ച് തീർക്കാൻ പറ്റും. അങ്ങനെയായിരിക്കും ഞാൻ ഇവിടെ തയ്ക്കുവാണെങ്കിൽ തയ്ക്കുന്നത്. ആദ്യം ഇങ്ങനെ തയ്ച്ച് പോകുന്നു, ലീഫ് തയ്ച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു, പിന്നെ ഇത് തയ്ക്കുന്നു, അത് ഇനി ഇങ്ങോട്ടേക്ക് പോകുന്നു. അതേസമയത്ത് ഈ ഒരു ഇതിൻ്റെ കേസാണെങ്കിൽ ഞാൻ ഈ ലീഫ് തയ്ച്ച് മേളിൽ വന്നിട്ട് താഴത്തോട്ട് വരുന്നു, പിന്നെ ഈ ലീഫ് തയ്ച്ച് മേളിലോട്ട് പോയി താഴെ വന്നിട്ട് പിന്നെ ഇതും കൂടെ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഒറ്റയടിക്ക് ഈ 3ഉം തയ്ച്ച് കഴിയും. അങ്ങനെയായിരിക്കും ഞാൻ ഇങ്ങനത്തെ ഇത് രണ്ടും ഞാൻ ചെയ്യണത് ഇതുപോലെ ആയിരിക്കും. അപ്പം അടിയിൽ കൂടെ വലിക്കുന്നത് കാണുന്നത് കുറവായിരിക്കും. എന്നാൽ ഒറ്റയടിക്ക് നമുക്ക് തയ്ച്ച് തീർക്കുകയും ചെയ്യും. ഇൻഡിവിജ്വലായിട്ട് കെട്ടിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ തയ്ക്കുന്നത് സാധാരണ നമ്മുടെ നോർമൽ ഡേസിയാണ് ലീവ്സ് തയ്ക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ക്കുന്നത്. അപ്പം ഞാൻ 4 ഇഴയാണ് എടുത്തിരിക്കുന്നത് സിൽക്ക് ത്രെഡ്. ശ്രദ്ധിച്ച് കെട്ടുകൂടാതെ നമ്മൾ തയ്ക്കുക.
ഇനി നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചാണ് സ്റ്റെം തയ്ക്കുന്നത്. നമ്മൾ ഗ്രീൻ ത്രെഡ് വെച്ചിട്ട് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ലീവ്സും സ്റ്റെംസും നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അധികം നമ്മൾ വലിച്ച ത്രെഡ്സ് അധികം കാണുന്നില്ല. ആകെ ഈ ഒരു പോയിന്റിലും പിന്നെ ഇവിടെ ഒന്ന് വലിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടേക്കാണ് വലിച്ചിരിക്കുന്നത് കാണുന്നത്. പക്ഷേ കെട്ട് നേരം കുറവാണ്. ഈ വലിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ. ഇവിടെ ഒരു കെട്ടും കൂടെ വരുന്നതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വലിയാണ് നല്ലത്. ഒത്തിരി കെട്ട് പുറകിലിങ്ങനെ കൂടിക്കിടക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഈ ഒരു സിമ്പിൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ വലിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അങ്ങനെയായിരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇനി നമുക്ക് പൂ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ പൂവാണ് തയ്ക്കാൻ പോകുന്നത്. പൂവിന് ഞാൻ ഇപ്പോൾ ഇവിടെ തയ്ച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇതുപോലെ ബാക്കിയുള്ള പെറ്റൽസാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ പേര് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് എന്നാണ്. ഈ ബട്ടൺ ഹോളും ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഒരേ സ്റ്റിച്ച് തന്നെയാണ്. പേര് പല പേരിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്, സിൽക്ക് ത്രെഡ് അല്ല യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് ആണെങ്കിലും യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്നേരം ഈ ഒരു കട്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 12 സ്ട്രാൻഡ്സ് എങ്ങാലും എടുക്കണം, എന്നാലാണ് ആ കട്ടി കിട്ടത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് നമ്മുടെ പെറ്റലിന് എന്തോരം ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ, എത്ര ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആ ലെങ്ത്തിൽ നമ്മൾ കുത്തിയെടുക്കുക. 2 ടൈംസ് ഇതുപോലെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എപ്പോഴും റൈറ്റ് സൈഡിൽ, ഇപ്പോൾ തയ്ച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ കുത്തി എടുക്കുക. നീഡിൽ കുത്തിയെടുത്തിട്ട് ഇത് ഇതുപോലെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, ഇപ്പോൾ നമ്മൾ തയ്ച്ചതിൻ്റെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ എടുത്തിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് തയ്ക്കേണ്ടത്. ഇതുപോലെ ത്രെഡ് താഴെ വെച്ചിട്ട് നീഡിൽ നമ്മൾ പാസ് ചെയ്യുന്നു. അതുപോലെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴെ വയ്ക്കുന്നു, താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുന്നു. ത്രെഡ് താഴെ വെച്ചിട്ട് നീഡിൽ ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ കുറച്ച് നല്ലതായിട്ട് വലിച്ചു, അപ്പം നല്ല ടൈറ്റായിട്ട് വന്നോളൂ. അതുപോലെയാണ് നമ്മൾ ഈ ബാറ് ഫുള്ളും ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത് സിൽക്ക് ത്രെഡ് നല്ലോണം യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കുന്നതായിരിക്കും നല്ലത്. 2 ഗുണമുണ്ട്. ഒന്ന്, കുറച്ചും കൂടെ ഷൈനിങ് എഫക്റ്റ് ഉണ്ടാകും ഫ്ലവേഴ്സിന്. 2, നമ്മുടെ കോസ്റ്റ് കുറച്ച് കുറയ്ക്കും. ത്രെഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന പൈസ കുറച്ച് കുറയ്ക്കാൻ പറ്റും നമുക്ക്. സിൽക്ക് ത്രെഡ് ആണെങ്കിൽ ആ ഒരു റോള് സിൽക്ക് ത്രെഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ 2 സാരി സുഖമായിട്ട് നമുക്ക് നല്ലോണം എംബ്രോയ്ഡറി ചെയ്ത് തീർക്കാം, എന്നാലും തീരത്തില്ല. പക്ഷെ അതേ സമയത്ത് പേൾ കോട്ടൺ ത്രെഡ് അല്ലെങ്കിൽ ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നൂല് വേണം. ഇപ്പോൾ ഈ ഒരു സാരി ഡിസൈൻ ചെയ്യാൻ തന്നെ ഞാൻ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, പേൾ കോട്ടൺ ത്രെഡ് ഒരു ഉരുണ്ടാണല്ലോ വരുന്നത്. ആ ഒരെണ്ണം 1.5 ത്രെഡിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഉണ്ട എടുത്തു, അത് ഫിനിഷ് ചെയ്തിട്ട് രണ്ടാമത്തേൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു റോളിന് കിട്ടുന്നത് 35 റുപ്പീസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50 റുപ്പീസിൻ്റെ സാധനം വേണം നമുക്ക്, നൂല് വേണം ഈ ത്രെഡ് ഫ്ലവർ മാത്രം തയ്ക്കാനായിട്ട്. പിന്നെ വേറെ ഗ്രീൻ ലീവ്സ് തയ്ക്കാൻ വേറെ ത്രെഡ്, നടുക്ക് സെൻറ്ററിൽ തയ്ക്കാൻ വേറെ ത്രെഡ്, അങ്ങനെ വേറെ ത്രെഡ്സ് പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ കോസ്റ്റ് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സിൽക്ക് ത്രെഡ് ആകുമ്പം നമുക്ക് തയ്ക്കാൻ നല്ലോണം അറിയണം, അല്ലെങ്കിൽ കെട്ടുകൂടിപ്പോവും, പൊട്ടിപ്പോകും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയാണ് ബട്ടൺ ഹോൾ പാസ്റ്റ് എളുപ്പത്തിൽ തയ്ക്കാം. എന്നുവെച്ചാൽ തെറ്റിപ്പോയാലും നമുക്ക് ഊരിയെടുക്കാനൊക്കെ പറ്റും. വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചല്ല, ബിഗിനേഴ്സിനൊക്കെ തയ്ക്കാൻ പറ്റിയ സ്റ്റിച്ചാണ്. പക്ഷേ പെട്ടെന്നങ്ങ് തീരത്തില്ല, അത് ഫില്ല് ചെയ്ത് വരവൊക്കെ വേണമല്ലോ. അപ്പോൾ തയ്ച്ച് തീർക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. എപ്പോഴും നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ത്രെഡ് നീഡിൽ പൊക്കിയെടുത്തിട്ട് പിന്നെ വേണം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഫ്ലവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതുപോലെ ബാക്കിയത്തെ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സെൻറ്ററിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞ് നടുക്ക് ഫ്രഞ്ച് നോട്ട് തയ്ക്കാനായിട്ട് യെല്ലോ കളർ സിൽക്ക് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 4 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. 4 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പോൾ 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ 4 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് കട്ടി കുറവായതുകൊണ്ട്, സിൽക്ക് ത്രെഡിന് കട്ടി കുറവായതുകൊണ്ട് തന്നെ ഞാൻ 4 സ്ട്രാൻഡ്സ് എടുത്തിട്ട് 4 വട്ടം ചുറ്റിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് താഴത്തോട്ട് താത്തുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രാൻഡ്സ് എടുക്കണമെങ്കിൽ 4 വട്ടം ചുറ്റണ്ട, 2 വട്ടം ചുറ്റിയാൽ മതി. ഇപ്പോൾ 4 വട്ടം ആയതുകൊണ്ട് 4 സ്ട്രാൻഡ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 4 വട്ടം ചുറ്റിയിട്ടാണ് താത്തുന്നത്. 4 ടൈംസ് ചുറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ താത്തുകയാണ്. ഇത് ഈ കൈ ഇങ്ങനെ ഈ ത്രെഡിൽ ഇവിടെ ഇങ്ങനെ വലിച്ചു പിടിച്ചോളണം. പിടിച്ചിട്ട് തന്നെയാണ് നീഡിൽ താഴത്തോട്ട് വലിക്കുക. അത് താഴെ കെട്ടുള്ളത് കൊണ്ട് വിട്ടു പോരാൻ, എന്ന് വെച്ചാൽ നീഡിൽ പാസ് ചെയ്ത് പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒറ്റ വലി വലിക്കരുത്. ഫ്രഞ്ച് നോട്ട് താഴത്തോട്ട് ഇറങ്ങിപ്പോകും. പയ്യെ സൂക്ഷിച്ച് വേണം വലിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഒരു ഡിസൈനിങ് വരുന്നത്. വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഫ്ലവറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നല്ലോണം തിളങ്ങി നിൽക്കും. തിളക്കം വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ പോയച്ചാൽ മതി. പിന്നെ ഇവിടെ സിൽക്ക് ത്രെഡിന് പകരം പേൾ കോട്ടൺ ത്രെഡോ ആങ്കറിൻ്റെ ത്രെഡോ വേണമെങ്കിൽ യൂസ് ചെയ്ത് തയ്ക്കാം സിൽക്ക് സാരീസിലൊക്കെ. പക്ഷേ സിൽക്ക് സാരീസിൽ എപ്പോഴും സിൽക്ക് ത്രെഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. പിന്നെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ സിൽക്ക് ത്രെഡ് വേണ്ട, കോട്ടൺ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ബ്രൈറ്റ് കളേഴ്സ് എടുത്തേച്ചാൽ മതി. ലൈറ്റ് കളേഴ്സിന് പകരം ബ്രൈറ്റ് കളേഴ്സ് എടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.